ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ ദാണ്ടേ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ വണ്ടർ ഫാൾസിൽ നിന്ന് DJ ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രസമായിട്ട് എല്ലാവരും കിടന്ന് തുള്ളുന്നൊക്കെ ഉണ്ട്. ഇവിടെ പാട്ടിട്ടിട്ടുള്ളതുകൊണ്ട് ഒരു ഫാമിലി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് ഇവിടെ നിന്ന് വെള്ളം ഒഴുകുന്നതൊക്കെ കാണാനായിട്ട്. ഒരു വെള്ളച്ചാട്ടം പോലെയുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നല്ല തണുത്ത വെള്ളമാണ്. വെള്ളം DJ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ വെള്ളം പിങ്ക് കളറിലും ബ്ലൂ കളറിലും റെഡ് കളറിലൊക്കെയാണ് ഇരിക്കുന്നത്. നല്ല രസമായിട്ട് ഇവിടെ എല്ലാവരും കുളിക്കുന്നുണ്ട്. നമ്മൾ കുളിക്കുന്നില്ല. കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ഷോയിലൊക്കെ കയറുന്നതുകൊണ്ട് കുളിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫ്ലവർ ഷോയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല കണിക്കൊന്നയുടെയൊക്കെ രീതിയിൽ വരുന്ന നല്ല പിങ്കും പർപ്പിളും ഒക്കെ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഇവിടെയും DJ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഇടവരി പോലെയാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വേറെ ഒരു രീതിയിൽ വന്നിട്ടപ്പോഴേക്ക് ഹാർട്ട് ഷേപ്പിലൊക്കെ നല്ലോണം ഡിസൈൻ കൊടുത്ത് നല്ല രസമുണ്ട്. ഫ്ലവേഴ്സ് വെച്ചൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ വെച്ച് നല്ല രസമാട്ടോ. ഇവിടെ കരടിയും റോബോട്ടും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് റോബോട്ടിനെ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തു. അത് കണ്ടോ, അവിടെ പാരറ്റും ഡക്കും അതും ഇതുമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫ്ലവർ വെച്ച് കുറേ ഇതിനെ അലങ്കരിച്ചിട്ടുണ്ട്. ആനയുടെയൊക്കെ ഇതുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ ഫ്ലവേഴ്സും ആദ്യം വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഒച്ചും പിന്നെ ഒരു തൊപ്പിയുടെ ഇതൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് വന്നത്. നല്ല രസമാണ്. ഇവിടെ ആനേനെയൊക്കെ അലങ്കരിച്ചതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എല്ലായിടവും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മാനും എല്ലാം ഉണ്ട്. നല്ല രസമാണ്. ഞാൻ ഈ കൂണിൻ്റെ അടിയിൽ നിന്നിട്ടൊക്കെ ഫോട്ടോയും ഇതുമൊക്കെ എടുത്തു. നല്ല രസമായിട്ടുണ്ട്. ഈ കൂണിൻ്റെ അടിയിൽ നിൽക്കാൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവിടെ പഞ്ഞി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഡക്കിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്നു. എനിക്ക് ഇരിക്കാനായിട്ട് കാലെത്താത്തതുകൊണ്ട് ഞാൻ ആ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ആണ് ഫോട്ടോയൊക്കെ എടുത്തത് കേട്ടോ. എന്തായാലും ഈ ഡക്കിൽ ഇരിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ പറക്കുന്ന പോലെയൊക്കെ കാണിച്ച്. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് കണ്ടോ. ഇപ്പോൾ ഞാൻ ബട്ടർഫ്ലൈയുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒരു ഫോട്ടോ നല്ലോണം എൻ്റെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു വീട്ടിലോട്ട് ഓടി കയറുക കേട്ടോ. എൻ്റെ വീടാണിത്. പൂമ്പാറ്റയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള എൻ്റെ ബ്ലൂ വീട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ മോട്ടർ സംഭവമൊക്കെ. പിന്നെ ഇവിടെ കരടിയും അതും ഇതൊക്കെ വന്നിട്ടുണ്ട്. വേറൊരു വീടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നു ആ വീടിൻ്റെ, പക്ഷെ എനിക്ക് അതിൽ ആൾക്കാരായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കരടിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആ കരടി ഓടിപ്പോവും. അച്ഛനെയും വിളിച്ചുകൊണ്ട് ഞാൻ കരടിയുടെ ഒപ്പം പോകാനായിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഒരു പ്ലെയിനുണ്ട്. ആ പ്ലെയിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ നിൽക്കുവാണ്. നല്ല പ്ലെയിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുവാണ്. അവിടെ കിടന്ന പൂവും സംഭവമൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ യോയൊക്കെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പ്ലെയിൻ്റെ ഉള്ളിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ എടുത്തിട്ട്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നിന്നിട്ട് നല്ല ഫോട്ടോസൊക്കെയാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മയിൽ കണ്ടോ, മയിലിനെയൊക്കെ ഉണ്ട്. കൊള്ളായിരുന്നു എല്ലായിടവും. ഇവിടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ആന. ഈ കരടിയുടെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കണ്ടോ. ആ കരടി എൻ്റെ മുഖത്തിട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഫ്ലവർ തന്നു, റോസ് തന്നു കണ്ടോ. എൻ്റെ മുഖത്തിട്ടൊക്കെ അടിക്കുക. എനിക്കൊരു ഫ്ലവറും തന്നു ലാസ്റ്റ്. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഈ DJ ലൈറ്റിൻ്റെ അവിടെയൊക്കെ കിടന്ന് ഡാൻസൊക്കെ കളിച്ച് കേട്ടോ. ഇപ്പോൾ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ ഡാൻസൊക്കെ കളിക്കുന്നത്. ഒരു പാട്ടായിരുന്നു ഇട്ടത്. എനിക്ക് ഡാൻസ് കളിക്കാൻ ചെറിയൊരു മടി തോന്നി. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒരു നാണം പോലെ. അതുകൊണ്ട് ഞാൻ കളിച്ചത് കിളിങ്ങിയാണ്. ഇവിടെ കയറിയിട്ട് കുറേ പേര് ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഐസ്ക്രീമും അതും ഇതൊക്കെ കളിച്ച് കുറേ